അന്താരാഷ്ട്ര കായിക മാമാങ്കമായ ഫിഫ ലോകകപ്പിന്റെ ആവേശം കൊടുമുടിയിൽ നിൽക്കെ കായിക ലോകത്തെയും ആഗോള രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ്. ഫുട്ബോൾ ടൂർണമെന്റിന്റെ മറവിൽ തങ്ങളുടെ പ്രമാദമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉദ്യോഗസ്ഥരെ അമേരിക്കൻ മണ്ണിലേക്ക് കടത്താൻ ഇറാൻ ശ്രമിച്ചുവെന്നാണ് US ഹോംലാൻഡ് സെക്യൂരിറ്റി ചീഫ് മാർക്ക് മുള്ളിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള മാധ്യമമായ ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഭരണകൂടത്തിലെ പ്രമുഖനായ മുള്ളിൻ ഈ സ്ഫോടനാത്മകമായ ആരോപണം ഉന്നയിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി അമേരിക്കയിലെത്താൻ ശ്രമിച്ച ഇറാന്റെ ഔദ്യോഗിക സംഘത്തിലെ പകുതിയിലധികം പേർക്കും US സുരക്ഷാ ഏജൻസികൾ വിസ നിഷേധിച്ചതായാണ് റിപ്പോർട്ട്. കടുത്ത സുരക്ഷാ പരിശോധനകൾക്കൊടുവിൽ ഇറാൻ സംഘർഷത്തിലെ ഭൂരിഭാഗം പേർക്കും IRGCയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടിയെന്ന് മുള്ളിൻ വ്യക്തമാക്കുന്നുണ്ട്. സ്പോർട്സ് ടൂറിസത്തിന്റെയും നയതന്ത്രത്തിന്റെയും മറവിൽ അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള വ്യക്തികളെ രാജ്യത്തേക്ക് കടത്തിവിടാൻ കഴിയില്ലെന്ന കർശന നിലപാടിലാണ് വൈറ്റ് ഹൌസ്. ഇറാൻ ഫുട്ബോൾ ടീമിനൊപ്പം എത്തുന്ന ഉദ്യോഗസ്ഥരെയും അനുഗമിക്കുന്ന മറ്റു പ്രതിനിധികളെയും കുറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായ നിരീക്ഷണം നടത്തിവരികയായിരുന്നു. ലോകകപ്പ് പോലെയുള്ള ഒരു വലിയ കായികമേളയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധനകളിൽ വീഴ്ച വരുമെന്ന് ഇറാൻ ഭരണകൂടം കരുതിയിരിക്കാമെന്നും എന്നാൽ അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലായിരുന്നുവെന്നുമാണ് US വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെത്തുന്ന ആർക്കും രാജ്യത്തേക്ക് പ്രവേശനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ അമേരിക്ക നൽകുന്നത്. അമേരിക്കൻ മണ്ണിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്താനും ടെഹ്റാൻ നിരന്തരമായി വഴികൾ തിരയുന്നുണ്ടെന്ന മുന്നറിയിപ്പും ഹോംലാൻഡ് സെക്യൂരിറ്റി ചീഫ് ഈ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട്. കായിക രംഗത്ത് ഇത്തരം രാഷ്ട്രീയ അട്ടിമറികൾക്കായി ഇറാൻ ഉപയോഗിക്കുന്നത് തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ IRGC തന്ത്രജ്ഞരെയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനും രഹസ്യ വിവരങ്ങൾ ചോർത്താനും ഇറാൻ ഇത്തരം ജനകീയ വേദികളെ മുൻപും ഉപയോഗിച്ചിട്ടുണ്ടെന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ. US ആഭ്യന്തര സുരക്ഷാ വിഭാഗം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിസ അപേക്ഷ നിരസിക്കപ്പെട്ടവരിൽ പലരും സാധാരണ കായിക ഉദ്യോഗസ്ഥരോ ഫുട്ബോൾ ഫെഡറേഷൻ പ്രതിനിധികളോ അല്ല, മറിച്ച് ഇറാന്റെ സൈനിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പരിശീലനം ലഭിച്ചവരും മിഡിൽ ഈസ്റ്റിലെ വിവിധ രഹസ്യ ഓപ്പറേഷനുകളിൽ പങ്കാളികളായവരുമാണെന്നാണ് US ഇന്റലിജൻസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലോകകപ്പിനായി എത്തുന്ന എല്ലാ വിദേശ പ്രതിനിധി സംഘങ്ങളുടെയും പശ്ചാത്തലം ഒരിക്കൽ കൂടി കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ US തീരുമാനിച്ചിട്ടുണ്ട്. ഇറാൻ പീപ്പിൾസ് ആർമിയുടെയും ഭരണകൂടത്തിന്റെയും പ്രധാന ആയുധമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഒരു ഭീകര സംഘടനയായാണ് അമേരിക്ക കാലങ്ങളായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുമായി നേരിയ ബന്ധമുള്ള വ്യക്തികൾക്ക് പോലും അമേരിക്കൻ മണ്ണിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് കടുത്ത ആഭ്യന്തര സുരക്ഷാ ഭീഷണിയായി വാഷിംഗ്ടൺ വിലയിരുത്തുന്നു. ലോകകപ്പ് വേദികളിൽ ഇറാൻ അനുകൂല പ്രകടനങ്ങൾ നടത്താനും അമേരിക്കൻ വിരുദ്ധ വികാരം ഇളക്കിവിടാനും ഇവർ പദ്ധതിയിട്ടിരുന്നതായും സംശയമുണ്ട്. ഫിഫ ലോകകപ്പ് അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പുറത്തുവരുന്ന ഈ വിവാദം കായിക മാമാങ്കത്തിന്റെ മാറ്റ് കുറയ്ക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. കായിക രംഗത്തെ രാഷ്ട്രീയത്തിൽ നിന്നും സൈനിക താൽപര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കമെന്ന് കായിക നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഫിഫ ഔദ്യോഗികമായി ഇതുവരെ ശക്തമായ പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടില്ല. അമേരിക്കയുടെ ഈ കടുത്ത നടപടിയോടും ഗുരുതരമായ ആരോപണങ്ങളോടും ഇറാൻ ഭരണകൂടം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ കായിക പ്രതിനിധികളെ മാനസികമായി തളർത്താനും രാജ്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുമുള്ള അമേരിക്കയുടെ ആസൂത്രിത നീക്കമാണിതെന്ന് ടെഹ്റാൻ ആരോപിക്കുന്നു. കായിക താരങ്ങൾക്ക് പിന്തുണ നൽകാനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വിസ നിഷേധിക്കുന്നത് കായിക മര്യാദകളുടെ ലംഘനമാണെന്നാണ് ഇറാന്റെ വാദം. അതേസമയം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധം കൂടുതൽ വഷളാക്കാൻ ഈ സംഭവം കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ട്രംപ് ഭരണകൂടം ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത ഉപരോധങ്ങളുടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും തുടർച്ചയായാണ് ഈ വിസ നിഷേധത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ലോകകപ്പ് വേദിയിലെ ഈ സുരക്ഷാ തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക അസ്വാരസ്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനിടയാക്കും. അമേരിക്കൻ പ്രതിരോധ വകുപ്പും ഹോംലാൻഡ് സെക്യൂരിറ്റിയും സംയുക്തമായി നടത്തിയ നീക്കത്തിലൂടെ വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് ഒഴിവായതെന്നാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
IRGC ഉദ്യോഗസ്ഥർ കായിക വേഷത്തിൽ അമേരിക്കയിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ അത് രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള രഹസ്യാന്വേഷണ വീഴ്ചയ്ക്ക് കാരണമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ വിസ നിഷേധിച്ച നടപടിയെ അമേരിക്കൻ ജനപ്രതിനിധികളും ഭരണകൂട അനുകൂലികളും ശക്തമായി പിന്തുണയ്ക്കുന്നു. ലോകകപ്പ് നടത്തുന്ന മറ്റ് സഹ ആതിഥേയ രാജ്യങ്ങളുമായും അമേരിക്ക ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് സൂചന. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ടൂർണമെന്റ് ആയതിനാൽ അയൽ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലേക്കും ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത അമേരിക്കൻ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല. തന്ത്രപ്രധാനമായി ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ഇറാനെ പ്രതിരോധത്തിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങൾ പുതിയതല്ലെങ്കിലും ഫിഫ ലോകകപ്പ് പോലെ കോടിക്കണക്കിന് ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു ആഗോള വേദിയെ ഇതിനായി തെരഞ്ഞെടുത്തു എന്നതാണ് അമേരിക്കയെ കൂടുതൽ ചൊടിപ്പിച്ചത്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ടൂർണമെന്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്ത് സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് തങ്ങളുടെ ആളുകളെ അമേരിക്കയിൽ എത്തിക്കാൻ ഇറാൻ നടത്തിയ ഈ ബ്ലൂ പ്രിന്റ് പാളിപ്പോയത് ടെഹ്റാന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടിയാണ്. മാർക്വൈൻ മുള്ളിന്റെ ഈ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ US കോൺഗ്രസിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഇറാന്റെ ഭീഷണികളെ ചെറുക്കാൻ നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ മതിയോ അതോ വിസ നിയമങ്ങൾ ഇനിയും കർശനമാക്കണമോ എന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇറാൻ ടീമിന്റെ മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയങ്ങളിലും പരിസരങ്ങളിലും US സുരക്ഷാ ഏജൻസികൾ അഭൂതപൂർവമായ നിരീക്ഷണമായിരിക്കും ഏർപ്പെടുത്തുക. കായിക ലോകത്തെയും നയതന്ത്ര ചർച്ചകളെയും ഒരുപോലെ ചൂടുപിടിപ്പിക്കുന്ന ഈ വിവാദം എങ്ങോട്ട് തിരിയുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുമ്പോഴും തങ്ങളുടെ പ്രതിനിധി സംഘത്തിന് നേരിട്ട ഈ തിരിച്ചടി മറികടക്കാൻ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. ഫിഫ ലോകകപ്പിന്റെ പച്ചപ്പുൽ മൈതാനങ്ങൾക്കപ്പുറം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ചാരയുദ്ധത്തിന്റെയും നയതന്ത്ര പോരാട്ടത്തിന്റെയും പുതിയൊരു വേദി കൂടിയായി ഈ ടൂർണമെന്റ് മാറിക്കഴിഞ്ഞു.